യേശുനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഹെലൻ വില്യം. ഞാൻ ആലപ്പുഴ രൂപത പുന്നപ്ര സെൻറ്റ് ജോൺ മരിയ വിയാനി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2021 ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത്. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് സെക്കൻഡ് ഇയറിൽ സപ്ലി എക്സാം വന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സപ്ലി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നീട് ഞങ്ങളുടെ ബാച്ചിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പകുതിയോളം പേര് തോൽക്കുമായിരുന്നു. അപ്പം ഉടമ്പടിയിൽ അത് ഞാൻ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് തേർഡ് ഇയർ എക്സാം വന്നപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് ആ എക്സാമിൽ ഞങ്ങളുടെ കോളേജിൽ വേസ്റ്റ് ബാച്ച് എന്നും പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. ആ എക്സാമിൽ ഞങ്ങൾ 58 പേര് എക്സാം എഴുതിയതിൽ 2 പേര് മാത്രം അറ്റൻഡൻസിൻ്റെ ഇതുകൊണ്ടാണ് അവർ എക്സാം എഴുതാൻ പറ്റാതെ തോറ്റുപോയത്. ബാക്കി എക്സാം എഴുതിയ 56 പിള്ളേരിൽ 16 പേർക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഫസ്റ്റ് ക്ലാസ്സും 2 പേർക്ക് സെക്കൻഡ് ക്ലാസ്സുമായിട്ട് ഞങ്ങൾ എല്ലാവരും പാസ്സായി. അതുപോലെ തന്നെ ഫോർത്ത് ഇയറിലും ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. വൈവേ ക്ലിയർ ചെയ്യാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ഞങ്ങൾ എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഫോർത്ത് ഇയറിൽ എക്സാം എഴുതി എല്ലാവരും തന്നെ ഞങ്ങൾ പാസ്സായി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ വെച്ചത്, എനിക്ക് നഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. കാരണം എൻ്റെ വീട്ടിലൊട്ടും സാമ്പത്തികമായിട്ട് ഞങ്ങൾ മുന്നിലല്ല, ഞങ്ങൾ പിന്നിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഒരു ഇതുമില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം അമ്മ എന്നോട് പറഞ്ഞ്, പഠിക്കാൻ ആഗ്രഹിച്ചതല്ലേ, പഠിക്കാൻ പോ. അപ്പം എൻ്റെ അച്ഛനും സപ്പോർട്ട് നിന്ന് എന്നെ പഠിക്കാൻ വിട്ടു. ഞാൻ എറണാകുളത്ത് ഡിസംബർ മാസം 27-ാം തീയതി എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റായിട്ട് ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് എൻ്റെ A1 ക്ലാസ് തീരാറായപ്പം രണ്ടാമത്തെ A2ൻ്റെ ക്ലാസ് തുടങ്ങേണ്ട ടൈമിൽ ഫീസ് അടക്കേണ്ട സമയമായപ്പം വീട്ടിൽ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ നോർക്കയിൽ അപ്ലൈ ചെയ്തത്. നോർക്കയിൽ നേഴ്സുമാരെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിപ്പിക്കുമായിരുന്നു. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്തത്. പക്ഷെ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ എന്നെ നോർക്കയിൽ നിന്ന് വിളിക്കുകയും A1 തൊട്ട് B1 വരെ എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിക്കാൻ പറ്റുകയും ചെയ്തു. അത് എനിക്ക് മാതാവ് ഒരുക്കി തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് ജർമ്മൻ്റെ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു എക്സാം പാസ്സാകാനൊക്കെ. ഞാനപ്പം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ മേടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത്. അങ്ങനെ എനിക്ക് എക്സാം എന്നെ പാസ്സാക്കി തന്നു. പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് അകലുമ്പം എനിക്ക് എന്തോ എൻ്റെ കാര്യങ്ങളെല്ലാം ഡിലേ ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം എനിക്ക് പെട്ടെന്ന് തന്നെ മാതാവെല്ലാം ആക്കിത്തരും. അങ്ങനെ എനിക്കൊരു പെട്ടെന്ന് ഒരു അനക്കം, ജാനുവരിയിൽ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തെങ്കിലും ഒരനക്കവും ഇല്ലായിരുന്നു. പക്ഷേ ജൂൺ ആയപ്പം എൻ്റെ ബഷീദ് വന്നു. എൻ്റെ കൂടെ വെച്ച ഒരു കൊച്ചിന് വന്നില്ല, പക്ഷെ എനിക്ക് വന്നു. എനിക്ക് കോൺട്രാക്റ്റും എല്ലാം അപ്പം തന്നെ ഇട്ട് തന്നു. ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും ഞാൻ ഉടമ്പടിയിലാണെങ്കിലും ഞാൻ ഉടമ്പടിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു. ഞാൻ നന്നായിട്ട് ഉഴപ്പി കളഞ്ഞായിരുന്നു. പക്ഷേ ആ വിസ വെച്ചു. എനിക്ക് റിജക്ഷൻ വന്നു. കാരണം ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പിയത് തന്നെയാണ്. കുഞ്ഞിലെ ആണെങ്കിലും ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഈ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ആ റിജക്ഷൻ വന്നു. എന്നെ വീട്ടിൽ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ വിസ റിജക്ഷൻ വന്ന അന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊന്തയൊല്ലിക്കൊണ്ടിരുന്നപ്പം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞൊരു ജൂലൈ 7 ഉടമ്പടി എന്തായാലും ഉഴപ്പിയാണ് അത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായപ്പം എനിക്ക് വീണ്ടും ഒന്നുകൂടെ ഉടമ്പടി തിരിച്ചു വരണം എന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഒന്നുകൂടെ എടുത്തു. എടുത്ത് പ്രാർത്ഥിച്ച് പോയി. എൻ്റെ അടുത്ത് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു, വിഷമിക്കണ്ട, പ്രീ അപ്രൂവലിനെ വെച്ചിട്ടുണ്ട്, നമുക്കത് വെച്ച് രണ്ടാമത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടുന്ന് പോയി. എൻ്റെ കൂടെ വെച്ച ചേച്ചിമാർക്കൊക്കെ മൊഡ്യൂൾസ് കുറവായിട്ടും അവർക്കൊക്കെ വിസ വന്നു. എനിക്ക് വരാഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടിയിൽ എടുത്ത് പിന്നെ ഞാൻ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോകുമ്പം എനിക്ക് മൊത്തവും സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. എനിക്ക് വീട് വരെ അതെനിക്ക് അനുഭവിക്കാൻ പറ്റിയായിരുന്നു.
പിന്നെ ഉടമ്പടി എടുത്ത് ഒക്ടോബർ മാസം എനിക്ക് പ്രീ അപ്രൂവലിൻ്റെ ഇത് വന്നു. അപ്പം ഞാൻ റിജക്ഷൻ വന്നതുകൊണ്ട് അച്ഛന് വന്ന ആ പേപ്പേഴ്സും എല്ലാമായിട്ട് കണ്ട് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിച്ച് പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നോട് എംപ്ലോയറിൻ്റെ പേരും എല്ലാം ചോദിച്ചു, 14 ദിവസത്തിനുള്ളിൽ നടക്കും, നീ നല്ല രീതിക്ക് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വിശ്വസിച്ച് തന്നെ പോയി. ഞാൻ ശനിയാഴ്ചയാണ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ മേടിച്ചിട്ട് പോകുന്നത്. തിങ്കളാഴ്ച ആയപ്പം എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് എനിക്ക് പ്രീ അപ്രൂവൽ വന്നെന്നുള്ള മെസ്സേജാണ് എനിക്ക് പറഞ്ഞത്. പ്രീ അപ്രൂവൽ അതിന് മുമ്പ് വന്നവർക്കും കോൺട്രാക്റ്റ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, 3-ാം ദിവസം എനിക്ക് പ്രീ അപ്രൂവൽ വന്നു. പിറ്റേ ദിവസം തന്നെ 4-ാം ദിവസം എനിക്ക് കോൺട്രാക്റ്റും വന്നു. 5-ാം ദിവസം ആയപ്പോൾ എനിക്ക് VFSന് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും കിട്ടി. അച്ഛൻ എനിക്ക് കുരിശുരൂപം തന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മ ഒക്ടോബർ 25-ന് ഇവിടുത്തെ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തോളാം. ഒന്നെങ്കിൽ എനിക്ക് ജപമാല റാലിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ചയോ എനിക്ക് VFSൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. 10-ാം ദിവസം ആയപ്പം എനിക്ക് ഒക്ടോബർ 27-ാം തീയതി തന്നെ VFSൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഒക്ടോബർ 27-ന് ഞാൻ സബ്മിറ്റ് ചെയ്തെങ്കിലും അന്ന് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരോട്ട് ഡിസ്പാച്ചിന് മെസ്സേജ് വരേണ്ടത്. എനിക്കത് വന്നിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 13-ാം ദിവസമായപ്പം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തിരിയിൽ മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ രൂപം വന്നു. അപ്പോൾ എനിക്ക് തന്ന അടയാളമായിട്ട് തന്നെ ഞാൻ വിശ്വസിച്ചു. ഞാൻ കാരണം ഒരു അടയാളം ചോദിച്ചായിരുന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത്. അപ്പം എനിക്ക് ആ 13-ാം ദിവസം വിസ എംബസിയിലോട്ട് ഡിസ്പാച്ചായ മെയിൽ വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒട്ടും ഞാൻ മടി കാണിച്ചില്ല. പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് തന്നെ പോയി. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, ഇതെനിക്ക് ഉറപ്പാണ്, വിസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നത് വരെ കുർബാന മുടക്കാതെ ഞാൻ പങ്കെടുക്കും എന്ന് ഉറച്ച് ഇതിൽ നിന്നു. കുർബാനയിലൊക്കെ ഞാൻ പോയി നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് വിസയുടെ ഡിലേ ആവുന്നുണ്ടായിരുന്നു. 1 മാസം 15 ദിവസം കൊണ്ട് വരേണ്ട വിസയൊക്കെ എനിക്ക് ഇതുവരെ വന്നില്ല. എൻ്റെ പിന്നിൽ വെച്ച പിള്ളേർക്ക് എല്ലാവർക്കും വന്നു. അപ്പം എനിക്ക് ടെൻഷനായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ കൈവച്ച് പ്രാർത്ഥിച്ച്. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചത്. ആ ആഴ്ച തന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച ഞാൻ കൃപാസനത്തിൽ വിളിച്ച് പ്രാർത്ഥന സഹായം പറഞ്ഞപ്പം ഇവിടുത്തെ ഒരു ചേച്ചിയാണ് എടുത്തത്. ആ ചേച്ചി എൻ്റെ അടുത്ത് യോഹന്നാൻ 4-ാം അധ്യായം 21-ാം വാക്യം, യേശുവിലെ സ്ത്രീയെ നീ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ ആരാധിക്കാത്ത സമയങ്ങൾ വരുന്നു എന്നും പറഞ്ഞുള്ള വചനമാണ് എനിക്ക് തന്നത്. സ്ത്രീയെ നീ വിശ്വസിക്കുക എന്നുള്ള വചനത്തിൽ തന്നെ ഞാൻ വിശ്വസിച്ചു. ആ വചനത്തിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ ആഴ്ച തന്നെ വ്യാഴാഴ്ച ഞാൻ 33 വചനം പറഞ്ഞു, 33 വട്ടം വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് രാത്രി ഞാൻ കിടക്കാൻ നേരമായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഒന്നെങ്കിൽ നാളെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടുള്ള വചനമായിരിക്കണം പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് നാളെ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന വചനം എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം ഇവിടെ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞ വചനം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു. പുറപ്പാട് 33:17, നീ പറഞ്ഞ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ സാധിച്ചു തന്നിരിക്കുന്നു, കാരണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അന്ന് ഇതുവരെ എനിക്കൊരു മെയിൽ പോലും 1 മാസമായിട്ട് മെയിൽ പോലും വരാതിരുന്ന അന്ന് 10:15 എനിക്ക് മെയിലും വന്നു. അതിനു മുമ്പ് ഞാൻ കുർബാന കഴിഞ്ഞ് വന്ന് എപ്പോഴും ഇത്തിരി നേരം കിടന്നുറങ്ങും. 6 മണിക്കത്തെ കുർബാനക്ക് പോയിട്ട് ഇത്തിരി നേരം കിടന്നുറങ്ങും. ആ ഉറക്കത്തിൽ ഞാൻ മാതാവിനെ സ്വപ്നം കാണുകയും ചെയ്തു. സ്വപ്നം കണ്ടിട്ട് എന്നോട് പറഞ്ഞ വചനം ഇതാണ്, ലൂക്ക 19:9, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല, എനിക്കിത് മാതാവ് തന്നു തന്നെയാണ്. എൻ്റെ കുടുംബവും ഒത്തിരി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിലാണെങ്കിലും ഒരിക്കലും ആത്മീയമായിട്ട് പിന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല. പള്ളികളിലെല്ലാം ഞങ്ങൾ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രിസ്ത്യാനിൻ്റെ ആരാധനയിലും പങ്കെടുക്കുമായിരുന്നു. എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ വണ്ടാന ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഞാൻ പഠിച്ചിരുന്ന ഹോസ്റ്റൽ, അവിടെ എല്ലായിടത്തും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് അമ്മ എനിക്ക് തരുന്ന പൈസ കൊണ്ട് രോഗികൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ വണ്ടാനത്തെ രോഗികളെ
ക്യാൻസർ പേഷ്യൻസിനെയും മെൻ്റൽ പേഷ്യൻസിനെയൊക്കെ കാണാൻ പോയി അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അവർക്കും എന്തെങ്കിലും എന്നാൽ കഴിയുന്നത് സഹായിക്കുമായിരുന്നു. പിന്നെ എന്നോട് സഹായം ചോദിച്ചു വന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്കായാലും ആർക്കായാലും ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.